അഖിലിന്റെ വൈഫ് ഒളിച്ചോടിപ്പോയി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. ഇവിടെ അമ്മയും അച്ഛനും ആ സമയത്ത് അവിടെ പോലീസ് സ്റ്റേഷനിലുണ്ട്. അവരും ചോദിച്ചു അഖിലിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താ നിന്റെ പ്രശ്നം. ഇവൾക്ക് ഒരു രീതിയിലും മറുപടി പറയുന്നില്ല. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല. പോലീസ് പിന്നെയും ചോദിച്ചു, ഇപ്പം ഇറങ്ങിപ്പോയേക്കുന്നവന്റെ കൂടെ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം കോഞ്ഞാട്ടായി പോകത്തതേ ഉള്ളൂ, അഖിലിന്റെ കൂടെ തിരിച്ചു പോകാൻ. ഇവള് കേട്ടില്ല. വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ. ഇവളെ ഉണ്ടാക്കിയ ശേഷം പടച്ചോനെ അച്ഛൻ ഉടച്ചു കളഞ്ഞു. ഇവളെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല. ഇവിടെ മറുപടി എനിക്ക് അഖിലിനെ വേണ്ട, എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതി എന്നുള്ളതാണ്. ഇവളാരാ? ഉർവശിയോ, മേനകയോ, അതോ രംഭയോ, പ്രിയങ്ക ചോപ്രയോ, ടെസ്നി ഖാനോ, ബീന ആന്റണിയോ? ഒന്ന് ആലോചിക്കണം. 3 കൊല്ലം പ്രേമിച്ചവരാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. ഞാൻ അറേഞ്ച്ഡ് മാരേജ് ആണ്. ആ ഒരു മാരേജിൽ തൃപ്തരല്ലായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ശത്രുക്കൾ. 100% ഞാൻ യോജിക്കുന്നു. അവന്റെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലൊരു തുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തി, തന്തയില്ലായ്മ. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. വിളിച്ചോടുന്നതിന്റെ തലേന്ന് വരെ ഇവളെ കൊണ്ടുപോയി 10,000-8,000 രൂപയ്ക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടാണ് വീട്ടിൽ വരുന്നത്. അങ്ങനെ സന്തോഷത്തോടെ കളിച്ച് ഇരിച്ച് ആഹാരം കഴിച്ച് കിടന്ന അവളാണ് ഈ പരിപാടി കാണിച്ചത്. മുത്തശ്ശ കേട്ടല്ലോ, ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. പിന്നെ ഇവള് പ്രേമിച്ച് ഇറങ്ങിപ്പോയ ബസ് കണ്ടക്ടർ, അവനെ പറ്റി രണ്ട് വാക്ക് പറയണം. അവന്റെ ഇരട്ടപ്പേര് തന്നെ പൂവാലൻ എന്നാ. 30-39 വയസ്സുണ്ടെന്നാണ് അറിഞ്ഞത്. പടമേടിച്ച് പന്തളത്തെ വന്നപ്പോ പന്തളം തങ്കപ്പന്റെ ഗാനമേള